ഹലോ എക്സാമിൻ്റെ ഫാമിലി മക്കളെ എവിടെ ദേ മിസ്സിൻ്റെ മക്കളൊക്കെ എവിടെ നമ്മൾ ഇന്ന് ദേ പഠിക്കാൻ പോകുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു അടിപൊളി ചാപ്റ്റർ ഉണ്ട്. ഏതായിരുന്നു? ഹൂ ഡിഡ് അലീനാസ് ഹോംവർക്ക്. നമ്മുടെ അലീനയുടെ ഹോംവർക്ക് ആര് ചെയ്തു എന്നുള്ളൊരു ചാപ്റ്റർ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിനി എന്ത് സംഭവിച്ചു നോക്കണ്ടേ? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്തായിരുന്നു നമ്മുടെ അലീനക്കുട്ടി? എങ്ങനെയായിരുന്നു? നല്ല മടിച്ചായിരുന്നു അല്ലേ? എന്ത് ചെയ്യാനായിരുന്നു മടി അലീനയ്ക്ക്? ഹോംവർക്ക് ചെയ്യാൻ നല്ല മടിയുള്ള കുട്ടിയായിരുന്നു ആര്? അലീന. അലീനയ്ക്ക് എന്തൊക്കെയായിരുന്നു വേറെ ഇഷ്ടങ്ങൾ? ഹോംവർക്ക് മാത്രമുള്ള ആൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്ക് ബാക്കി എന്തൊക്കെ ഇഷ്ടമായിരുന്നു? ആൾക്ക് എന്തൊക്കെ ഇഷ്ടമായിരുന്നു വേറെ? വേറെ എന്തൊക്കെ ഇഷ്ടമായിരുന്നു ആൾക്ക് ക്രിക്കറ്റ് കളിക്കാനും എന്തൊക്കെയായിരുന്നു ആളുടെ ഇഷ്ടങ്ങൾ? എന്തൊക്കെയായിരുന്നു? സ്കിപ്പിങ് ചെയ്യാനും, പിന്നെ എന്തൊക്കെയായിരുന്നു? ക്രിക്കറ്റ് കളിക്കാനും, പിന്നെ ഫുട്ബോൾ കളിക്കാനും ഒക്കെ ആർക്ക് ഇഷ്ടമായിരുന്നു? നമ്മുടെ അലീനക്കുട്ടിക്ക് ഇഷ്ടമായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു? സ്കിപ്പിങ്, ക്രിക്കറ്റ്, ഫുട്ബോൾ ഒക്കെ കളിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തുമാത്രമായിരുന്നു ആൾ വെറുത്തിരുന്നേ? ആൾ ഹോംവർക്ക് മാത്രം അല്ലേ? എന്താണ് മക്കളെ? ഹോംവർക്ക് മാത്രം ആൾ എന്ത് ചെയ്തു? വെറുത്തു. ഹോംവർക്ക് മാത്രം എന്ത് ചെയ്യില്ല? നമ്മുടെ അലീനക്കുട്ടിക്ക് ഇഷ്ടമല്ല, ഹോംവർക്ക് ഒട്ടും താല്പര്യമില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പാണ്. എന്ത് ചെയ്യാൻ? വീട്ടിൽ വന്ന് ബുക്കൊക്കെ തുറന്നു വെച്ച് ഹോംവർക്കൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര മടുപ്പാണ്. അങ്ങനെ ഒരു ദിവസം എന്ത് പറ്റി? ഒരു ദിവസം ആരുണ്ട്? നമ്മുടെ അലീനക്കുട്ടിയുടെ പെറ്റ് ഏതാണ്? ക്യാറ്റ് അല്ലേ? ഏതാണ്? ക്യാറ്റ്. നമ്മുടെ പൂച്ചക്കുട്ടിയുടെ കളർ എന്തായിരുന്നു? വൈറ്റ് കളറുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു നമ്മുടെ അലീനക്കുട്ടിക്ക്. എന്നിട്ട് എന്ത് പറ്റി? ഈ പൂച്ചക്കുട്ടി ഒരു ദിവസം എന്തോ ആയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലേ. എന്തോ ആയിട്ടാണ് കളിച്ചേ? അലീന ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ എന്താ? ഡോളാണെന്നാണ് ആദ്യം കരുതിയത്. പിന്നെ എന്ത് ചെയ്തു? കളിക്കാൻ തുടങ്ങിയല്ലേ. ഡോള് കാര്യം പറയുമോ? സേവ് മീ എന്ന് ഡോള് കാര്യം പറയുമോ? ഇല്ല. നമ്മുടെ ഡോളൊക്കെ കാര്യം പറയുമോ? സ്പീക്കറൊക്കെ ഉള്ള ബാറ്ററി ഒക്കെ ഇട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അത് കാര്യം പറയും. അല്ലാത്ത ഡോള് കാര്യം പറയുമോ? ഇല്ല. അലീന ഇങ്ങനെ നോക്കി, ഇതെന്താ കാര്യമൊക്കെ പറയണേ എന്ന് അലീനക്കുട്ടി ഒന്ന് നോക്കിയല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? അലീനക്കുട്ടിയോട് ഈ ഡോള് കയ്യിലെടുത്തപ്പോൾ എന്ത് മനസ്സിലായി? അതൊരു ഡോളല്ല, വെരി സ്മോൾ ഒരു മാൻ ആണെന്നല്ലേ. വെരി വെരി സ്മോൾ മാൻ ആണല്ലേ. എന്താണ്? വെരി വെരി സ്മോൾ മാൻ. നല്ലൊരു കുഞ്ഞ് മനുഷ്യനാണെന്ന് ആർക്ക് മനസ്സിലായി? നമ്മുടെ അലീനക്കുട്ടിക്ക് മനസ്സിലായി. എന്നിട്ട് അലീനക്കുട്ടി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ കുഞ്ഞു മാൻ എന്ത് ചെയ്തു പറഞ്ഞു? ആ ക്യാറ്റിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ആഗ്രഹിക്കുന്നോ അതൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തരുമെന്ന് പ്രോമിസ് ചെയ്തു. സത്യമായിട്ട് നമ്മളൊക്കെ സത്യമായിട്ട് ഞാൻ നിനക്കത് ചെയ്തു തരാമെന്നൊക്കെ അങ്ങനെ എന്ത് ചെയ്തു? പ്രോമിസ് ചെയ്തു അല്ലേ. അങ്ങനെ പ്രോമിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അലീനക്കുട്ടി എന്ത് ചെയ്തു? രക്ഷിച്ചിങ്ങനെ നിർത്തിയിരിക്കുക. പക്ഷെ അലീനക്കുട്ടിക്ക് ഇപ്പോഴും ഷോക്ക് മാറിയിട്ടില്ലല്ലേ. എന്താണ് ഈ സംഭവിക്കുന്നത്? ഇത് കാര്യം പറയുന്നത്? ഇതാരാ? എന്നിട്ട് എന്താണെന്നാ പറഞ്ഞേ? എൽഫാണെന്ന്, കുട്ടിച്ചാത്തനാണെന്നാണല്ലേ പറഞ്ഞത്. അപ്പോഴത്തേക്കിന് അലീനക്കുട്ടി ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ ആലോചിച്ച് നിൽക്കുക അല്ലേ നമ്മുടെ അലീന. അപ്പം ഇനി എന്താ സംഭവിച്ചതെന്ന് എൻ്റെ മക്കൾക്ക് അറിയണ്ടേ? ഇനി എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? എന്താ സംഭവിച്ചതെന്നറിയാം. എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടാവുമോ? എന്താ ആഗ്രഹം പറഞ്ഞ പോലെ ചെയ്തോന്നറിയാം. സഹായിച്ചിട്ടുണ്ടോന്നറിയാം. അതാണ് ദ ഹെൽപ്പ് എന്ന പോർഷനാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. എല്ലാവരും റെഡി എങ്കിൽ നമുക്ക് പോയാലോ? എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക നോക്കാം. എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തോ എൽഫ് കുട്ടിച്ചാത്തൻ നമ്മുടെ അലീനയെ സഹായിച്ചിട്ടുണ്ടോ നോക്കാം നമുക്ക്. വാട്ട് ക്യാൻ യു ഡു ലിറ്റിൽ വൺ? നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഷീ ആസ്ക്ഡ് ദ എൽഫ് എന്താണ് മക്കളെ? കുട്ടിച്ചാത്തനോട് അലീന എന്താ ചോദിച്ചേ? നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും കുഞ്ഞതല്ലേ, ലിറ്റിൽ വൺ അല്ലേ, കുഞ്ഞു മനുഷ്യനാണെന്ന് പറഞ്ഞില്ലേ. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും കുട്ടിച്ചാത്താന്ന് ചോദിച്ചു അല്ലേ. അപ്പം എന്ത് പറഞ്ഞു? എനിത്തിങ് യു വിഷ്. നീ എന്താഗ്രഹിക്കുന്നോ അതൊക്കെ ഞാൻ ചെയ്തു തരാം. അപ്പോഴത്തേക്കിന് എന്ത് പറഞ്ഞു? അലീന എന്ത് പറഞ്ഞു? ക്യാൻ യു ഡു ഓൾ മൈ ഹോംവർക്ക് ടിൽ ദ എൻഡ് ഓഫ് മൈ എക്സാംസ്?
അലീന ആസ്ഡ്. അലീന എന്താ ചോദിച്ചേ? അലീനയ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം, ഏറ്റവും മടിയുള്ള കാര്യം ചെയ്തു തരുമോന്നാ ചോദിച്ചത്. എന്താണ്? എൻ്റെ ഹോംവർക്കൊക്കെ എക്സാമിന് മുന്നേ, എൻ്റെ എക്സാം കഴിയുന്നതിന് മുന്നേ എൻ്റെ ഹോംവർക്കൊക്കെ ചെയ്തു തരുമോ എന്ന് ചോദിച്ചു അല്ലേ? ആര് ചോദിച്ചു? എൽഫിൻ്റെ അടുത്ത് അലീന ചോദിക്കുകയാണ് എൻ്റെ ഹോംവർക്കൊക്കെ ചെയ്തു തരുമോന്ന്. പറ്റിയ കാര്യമല്ലേ ചോദിച്ചത്. അലീനയ്ക്ക് ഏറ്റവും മടിയുള്ള കാര്യം അലീന ആരുടെ തലയ്ക്ക് വെച്ച് കൊടുത്തു? എൽഫിൻ്റെ തലയ്ക്ക് വെച്ച് കൊടുത്തു. എൽഫ് ഞെട്ടി. എൽഫ്, ഈ പെങ്കൊച്ച് എന്താ ഈ പറയണേ? ഈ കുട്ടി എന്താ പറയുന്നേ? ഹോംവർക്ക് ചെയ്ത് കൊടുക്കാനോ? നോക്കാം. wrinkles appeared on elf's face. എന്താണ്? എൽഫിൻ്റെ ഫേസിൽ wrinkles appeared on elf's face. എൽഫിൻ്റെ മുഖത്ത് എന്ത് ചെയ്തു? wrinkles. എൽഫ് ഇങ്ങനെ ഒന്ന് ഞെട്ടിയല്ലേ? എൽഫ് ഒന്ന് ഞെട്ടി. wrinkles appeared on elf's face. He kicked the floor and said. wrinkles എന്ന് പറഞ്ഞാൽ എന്താ? ചുളിയുക. മുഖം ഒന്ന് ചുളിഞ്ഞു. ചുളിയുക. ആരുടെ മുഖം ഒന്ന് ചുളിഞ്ഞു? ഈ നമ്മുടെ എൽഫിൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. അയ്യോ, ഹോംവർക്കോ എന്നൊന്ന് ചുളിഞ്ഞു. അപ്പിയർഡ് ഓൺ ദ എൽഫ്സ് ഫേസ്. അപ്പിയർഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പ്രത്യക്ഷപ്പെട്ടു. 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 ഓൺ എൽഫ്സ് ഫേസ്. എവിടെയാണ്? എൽഫിൻ്റെ മുഖത്തൊരു ചുളിവുകൾ. അയ്യോ, ഹോംവർക്കോ? നമ്മൾ ഹോംവർക്ക് തരുമ്പോൾ കാണിക്കുന്ന അതേപോലെ തന്നെ. ഹീ കിക്ക്ഡ് ദ ഫ്ലോർ ആൻഡ് സെഡ്. ചെയ്തല്ലേ പറ്റൂ, പ്രോമിസ് കൊടുത്തു പോയില്ലേ. ഐ ആം ഡാംഡ് ബട്ട് ഐ വിൽ ഡു ഇറ്റ്. പെട്ടു ഞാൻ. ഡാംഡ്, ഞാൻ പെട്ടുപോയി. ഇനി എന്താണ്? പ്രോമിസും കൊടുത്തു, ആ കുട്ടി എന്നെ രക്ഷിക്കുകയും ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം? ചെയ്തു കൊടുത്തേ പറ്റത്തുള്ളൂ. ബട്ട് ഐ വിൽ ഡു ഇറ്റ്. ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ബട്ട് ഐ വിൽ ഡു ഇറ്റ്. ഞാനത് ചെയ്തു കൊടുക്കും എന്ന് ആര് പറഞ്ഞു? എൽഫ് പറഞ്ഞു അല്ലേ? എൽഫ് ആകെ പെട്ട് നിൽക്കുകയാണ്. കുട്ടിച്ചാത്തൻ എന്ത് ചെയ്യുക? ഒന്ന് പെട്ടുപോയി. ഹോംവർക്ക് ചെയ്തു കൊടുക്കണമെന്നല്ലേ അലീന പറഞ്ഞിരിക്കുന്നേ? ചെയ്തു കൊടുത്തേ പറ്റൂ. കാരണം ആളെന്ത് ചെയ്തോ? പ്രോമിസ് ചെയ്തിരിക്കുകയാണ്, സത്യം ചെയ്തിരിക്കുകയാണ്, ചെയ്തു കൊടുക്കുമെന്ന്. എന്ത് പറ്റി നോക്കാം നമുക്ക്. എൽഫാകെ പെട്ട് നിന്ന് കറങ്ങാണ്. കുറേ ബുക്കുകളുണ്ട്. നോക്കിക്കേ, കുറേ ബുക്കുകളും എൽഫും. The little elf began to do Aleena's homework. എന്ത് ചെയ്തു? നമ്മുടെ കുഞ്ഞ് എൽഫ് അലീനയുടെ എല്ലാ ഹോംവർക്കും ചെയ്യാൻ തുടങ്ങി. ബട്ട് the elf did not know what to do and how to do it. പക്ഷെ എൽഫിനറിയോ എങ്ങനെ ചെയ്യണം, എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? എന്താ എഴുതണ്ടേ, എന്ത് ഹോംവർക്കാണ് ചെയ്യേണ്ടേ? ഹോംവർക്ക് ചെയ്യണം, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കുട്ടിച്ചാത്തനറിയോ? ഇല്ല മക്കളെ, നോക്കിക്കോ, കുറേ ബുക്ക് അലീന കൊണ്ട് കൊടുത്തു. ആ ബുക്കിൻ്റെ ഇടയിൽ പെട്ടുപോയി. കുട്ടി സാധനമല്ലേ നമ്മുടെ എൽഫ്, കുട്ടിയല്ലേ, കുഞ്ഞു മനുഷ്യനായതുകൊണ്ട് ബുക്കിൻ്റെ ഇടയിൽ പെട്ടുപോയി. ആള് കുത്തിയിരുന്ന് ഹോംവർക്കൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ എങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് ആൾക്ക് അറിയത്തില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു നോക്കാം. ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ, ദ എൽഫ് വുഡ് കോൾ ഔട്ട് എവറി നൗ ആൻഡ് ദെൻ. എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ, അയ്യോ എന്നെ സഹായിച്ചേ, അയ്യോ എന്നെ സഹായിച്ചേ എന്നും പറഞ്ഞ് വിളിക്കുക അല്ലേ. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സഹായം. എന്താ മക്കളെ? ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായം. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായം. എന്നെ സഹായിച്ചേ, സഹായിച്ചെന്ന് ആരെയാ വിളിക്കുന്നേ? അലീനേനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. ഐ ഡോണ്ട് നോ ദിസ് വേർഡ്. ഈ വാക്ക് എനിക്ക് അറിയത്തില്ല. ഏതോ ഒരു വാക്ക് ഡൗട്ട് വന്നു. അപ്പം എന്താ പറഞ്ഞത്? ഐ ഡോണ്ട് നോ ദിസ് വേർഡ്. എനിക്ക് ഈ വാക്ക്, വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? വാക്ക്. എന്താ മക്കളെ? വാക്ക്. ഈ വാക്ക് എനിക്ക് അറിയത്തില്ലല്ലോ. ഗെറ്റ് മീ എ ഡിക്ഷണറി. എന്ത് തരാനാ പറഞ്ഞേ? എനിക്കൊരു ഡിക്ഷണറി തരാം. നമ്മുടെ വേർഡ് മീനിങ് ഒക്കെ നോക്കുന്ന ഡിക്ഷണറി ഇല്ലേ, അതിലെന്തുണ്ടാവും? വേർഡും ഉണ്ടാവും, ആ വേർഡിൻ്റെ മീനിങ്ങും ഉണ്ടാവും. ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ആണെങ്കിൽ ഇംഗ്ലീഷ് മീനിങ്ങും ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? അതിൻ്റെ മലയാളം മീനിങ്ങും. ചില ഡിക്ഷണറിയിലാണെങ്കിൽ അത് വെച്ചിട്ടൊരു സെൻറ്റൻസും കൂടി ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ആ വേർഡ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ എൽഫിനൊരു വേർഡ് ഡൗട്ടായി, സംശയമായി, വേർഡ് അറിയില്ല. അപ്പോൾ എൽഫ് അലീനോട് എന്ത് പറഞ്ഞു? അലീന പോവല്ലേ, ഹെൽപ്പ് ചെയ്തേ, നീ ആ ഡിക്ഷണറി ഇങ്ങ് എടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞു അല്ലേ. ഡിക്ഷണറി എടുത്തിട്ട് വാന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ? ലുക്ക് അപ്പ് ദ വേർഡ് ആൻഡ് സ്പെൽ ഇറ്റ്. വേർഡ് നോക്കിക്കേ, എന്നിട്ട് അത് എന്താന്ന് പറഞ്ഞേന്ന് പറഞ്ഞു. ആ വേർഡ് നോക്കൂ, എന്നിട്ട് അത് വായിച്ചേ. സ്പെൽ ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വായിക്കുക അല്ലെങ്കിൽ പറയുക. വായിക്കുക, വായിക്കുക അല്ലെങ്കിൽ പറയുക എന്ന് പറയും കേട്ടോ. പറഞ്ഞേന്ന് പറഞ്ഞേ.
said the elf. ഡിക്ഷണറി നോക്കിയിട്ട് ആ വേർഡ് എന്താന്ന് നോക്കൂ, എന്നിട്ട് അതിൻ്റെ മീനിങ്ങും ആ വേർഡ് എന്താണെന്നൊന്ന് പറഞ്ഞേ എന്ന് ആരോട് പറഞ്ഞു? അലീനയോട് പറഞ്ഞു. അലീന ആകെ പെട്ടു. അലീന വിചാരിച്ചെന്താ, എൽഫ് എല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്തു തരും, എനിക്കൊന്നും ഇനി അറിയണ്ടെന്ന് വിചാരിച്ചിരുന്നേ. പക്ഷേ എൽഫിനറിയോ? എൽഫിനറിയില്ല. എൽഫിനെല്ലാം ഡൗട്ടാണ്, ഫുള്ള് ഡൗട്ടാണ്. അപ്പോൾ എൽഫ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അലീനേനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. അലീന പെട്ടു മക്കളെ. അലീന ആകെ നിസ്സഹായ അവസ്ഥയിലായിപ്പോയി. എന്ത് ചെയ്യണം? ഇതിലും ഭേദം ഞാൻ സ്വയം ചെയ്താൽ മതിയായിരുന്നു, കുട്ടിച്ചാത്തൻ്റെ സഹായം തേടണ്ടായിരുന്നു. ഇതിപ്പം ഞാൻ തന്നെയല്ല കണ്ടുപിടിച്ച് കൊടുക്കണമല്ലോ എന്നുള്ള അവസ്ഥയായി. തലയ്ക്കതേ ഇങ്ങനെ കൈ വെച്ചിരിക്കുക. നോക്കിയിട്ടൊന്നും കിട്ടണില്ല. കണ്ടുപിടിക്കണ്ടേ? എൽഫ് പറഞ്ഞതല്ലേ കണ്ടുപിടിച്ചിട്ടുണ്ടോ നോക്കാം നമുക്ക്. എന്ത് സംഭവിച്ചു? എൽഫ് വന്നു. എൽഫ് വന്നിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞിങ്ങനെ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അലീന ഹെൽപ്ഡ് ഹിം. അലീന എന്ത് ചെയ്തു? സഹായിച്ചു. കാരണം അലീനയുടെ ഹോംവർക്ക് ആണല്ലോ. അപ്പോൾ അലീന ഹെൽപ്ഡ് ഹിം. അലീന എന്ത് ചെയ്തു? സഹായിച്ചു. വെൻ ഇറ്റ് കെയിം ടു മാത്തമാറ്റിക്സ് അലീന വാസ് ഇൻ റിയൽ ട്രബിൾ. അവരിങ്ങനെ ഹോംവർക്ക് ചെയ്ത് എവിടെ എത്തി? അടുത്ത സബ്ജക്റ്റ് മാത്തമാറ്റിക്സിലെത്തി, മാത്സിലെത്തി. മാത്സ് എല്ലാവർക്കും കുറച്ച് പാടാ. മാത്സ് എളുപ്പമുള്ള ബുദ്ധിയുള്ള നല്ല മിടുക്കം പിള്ളേരെ മിസ്സിനെ അറിയാം. മിസ്സിൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും മാത്സ് ഒക്കെ അറിയാവുന്നതായിരിക്കും അല്ലേ. ഇവിടെ എന്ത് ചെയ്തു? മാത്സ് എത്തിയപ്പോഴത്തേക്ക് ബിഗ് ട്രബിൾ. അലീന ശരിക്കും പെട്ടു. അലീനയ്ക്ക് ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ല. മാത്സും കൂടി ആയപ്പോഴത്തേക്കിന് ആകെ തല പോകെ അലീനയുടെ. സെറ്റ് ഡൗൺ ബിസൈഡ് മീ ആൻഡ് ഗൈഡ് മീ. എന്ത് ചെയ്യാ? എൽഫ് പറഞ്ഞു, പോകരുത്, നീ എവിടെ വാ, ഇവിടെ വന്ന് എൻ്റെ അടുത്തിരിക്കാൻ. ബിസൈഡ്, അടുത്തിരിക്കാൻ പറഞ്ഞു അല്ലേ. എന്താ പറഞ്ഞത്? അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. എൻ്റെ അടുത്തിരിക്ക്, എന്നിട്ട് ഗൈഡ് മീ, എന്നെ ഗൈഡ് ചെയ്യും, എനിക്ക് പറഞ്ഞതാ, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് പറഞ്ഞതാന്ന് ആര് പറഞ്ഞു? എൽഫ് അലീനയോട് പറയുകയാണല്ലേ. നോക്കിക്കേ, സിറ്റ് ഡൗൺ ബിസൈഡ് മീ. ഇവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കൂ, എന്നിട്ട് എന്ത് ചെയ്യാ? എനിക്ക് ഓരോന്ന് പറഞ്ഞു തരാൻ എൽഫ് അലീനയോട് പറഞ്ഞു. ദ ലിറ്റിൽ മാൻ സെഡ്. ആരാ? കുഞ്ഞു മനുഷ്യൻ പറഞ്ഞു. സോ അലീന ഹാഡ് ടു വർക്ക് ഹാർഡർ ദാൻ എവർ. അലീന നേരത്തെ കഷ്ടപ്പെട്ടതിനേക്കാട്ടിലും കൂടുതലായിട്ട് അധ്വാനിക്കേണ്ടി വന്നു മക്കളെ. കഷ്ടപ്പെടുകയാണ്. കാരണം എൽഫ് പറയുന്നതൊക്കെ ചെയ്യണം. ഡിക്ഷണറി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ഡിക്ഷണറി എടുത്തുകൊണ്ട് വരണം. ലൈബ്രറി പോയിട്ട് ആ ബുക്ക് എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ ആ ബുക്ക് എടുത്തിട്ട് വരണം. ഈ കണക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടുപിടിക്കണം. ഇനി അത് പറഞ്ഞു കൊടുക്കണം, എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ അലീന പറഞ്ഞു കൊടുക്കണം അല്ലേ. നേരത്തെയാണ് അലീന ഒറ്റയ്ക്ക് ചെയ്താൽ മതി. ഇതിപ്പോൾ ഒരാൾ പറയുന്ന കേട്ടിട്ട് അതൊക്കെ എന്ത് ചെയ്യണം? അനുസരിക്കണം. വളരെ പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. നമ്മുടെ അലീന എന്ത് ചെയ്തു നോക്കാം. അലീന വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയല്ലേ. കുറേ കൂടി ഹാർഡായിട്ട് നേരത്തേതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ അലീന പണിയെടുക്കാൻ തുടങ്ങി. ഇനി എന്തായി നോക്കാം. ഷീ സ്റ്റേഡ് അപ്പ് ലേറ്റ് അറ്റ് നൈറ്റ്. എന്ത് ചെയ്യാണ്? നേരത്തെ ഉറങ്ങിക്കൊണ്ടിരുന്ന അലീന ഇപ്പം ലേറ്റായിട്ടാണ് ഉറങ്ങുന്നേ. എന്ത് ചെയ്യുക ആള്? Went to the library, brought more and more books and read a lot to help the elf. സംഭവം നിസ്സാരമായില്ല. അലീന നേരത്തെ ഹോംവർക്ക് ഒന്നും ചെയ്യില്ലല്ലോ, അപ്പോൾ നേരത്തെ കിടന്ന് ഉറങ്ങും. ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന അലീനയ്ക്ക് എന്തു പറ്റി? എൽഫ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയല്ലേ. ആരാ? എൽഫ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊക്കെ എത്തിച്ചു കൊടുക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് അലീന എന്ത് ചെയ്യുക? ലൈബ്രറിയിൽ പോയിട്ട് കുറേയധികം ബുക്സുകൾ എടുത്തുകൊണ്ട് വന്ന് വായിച്ച് കണ്ടുപിടിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് എൽഫിന് പറഞ്ഞു കൊടുക്കും. വളരെ കഷ്ടപ്പാടായില്ലേ. നേരത്തെ അലീന ഒറ്റയ്ക്ക് ചെയ്തിരുന്ന മതിയായിരുന്നു, ഒറ്റയ്ക്ക് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പം എൽഫ് വന്നപ്പോഴത്തേക്കിന് എൽഫ് പറയുന്നതൊക്കെ ചെയ്യണം. ലൈബ്രറിയിൽ പോകണം, കുറേയധികം ബുക്കുകൾ കണ്ടെത്തണം, വായിക്കണം, അത് മനസ്സിലായിട്ട് ആർക്ക് പറഞ്ഞു കൊടുക്കണം? എൽഫിനെ ഹെൽപ്പ് ചെയ്യണം. സംഭവം നിസ്സാരമാണോ? കുറച്ചും കൂടി പണിയായല്ലേ. അങ്ങനെ അലീനയ്ക്ക് ഉറക്കമില്ലാതെ രാത്രി വരെ അലീന അധ്വാനിക്കാൻ തുടങ്ങിയില്ലേ. അങ്ങനെ അധ്വാനിക്കാൻ തുടങ്ങിയ അലീനയുടെ ഒരു പണി നോക്കണേ. എൽഫ് വന്ന് അലീനയുടെ ജീവിതം മാറിയല്ലേ. അപ്പം ഇത്ര മനസ്സിലായ എൻ്റെ മക്കൾക്ക് ഇനി ആരായിരിക്കും ഹോംവർക്ക് ചെയ്യുക? അലീനെ കൊണ്ട് എഴുതിച്ച് കാണുമോ, അതോ എൽഫ് എഴുതി കാണുമോ? ഇനി അതോ എൽഫ് പറ്റിച്ചോ? അവസാനം ഓങ്കറിയും കുടിച്ചത് അപ്രത്യക്ഷ ആയിപ്പോയോ എന്നൊക്കെ നമുക്ക് അറിയാൻ ആഗ്രഹമില്ലേ?
അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? അടുത്തതിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. എന്നിട്ട് കൂടെ എന്തും കൂടി ചെയ്യണമെന്നോ? മിസ്സിൻ്റെ മക്കൾ ടെക്സ്റ്റ് ബുക്കൊക്കെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ വായിച്ച് തുടങ്ങണം കേട്ടോ. നമ്മൾ വായിച്ച് തരുന്നത് ഇങ്ങനെ ഓർത്ത് വെച്ചിട്ട് അമ്മയുടെ അച്ഛൻ്റെയോ ചേച്ചിയോ ചേട്ടനോ ഒക്കെ സഹായം തേടിക്കോ. എന്നിട്ട് പതുക്കെ പതുക്കെ എൻ്റെ മക്കൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് തുടങ്ങണം. വായിച്ച് നമുക്ക് പഠിക്കണ്ടേ? അപ്പോൾ നമുക്ക് വായിക്കാനും പഠിക്കും. അപ്പോൾ നമ്മുടെ അലീന കുട്ടി ഒരു മടിച്ചിയാണ്. ഇനി മടി മാറിയോ എന്ന് നമുക്ക് നോക്കാം.